ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. റോ മോഷൻസ് പ്രോജക്റ്റ് ഹാപ്പി ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള റോ മോഷൻസിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ദിസ് അക്ഷയ് പ്രകാശ്, ദിസ് ഇസ് നവീൻ. ഓക്കെ, സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമോഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് നമ്മളൊരു ഇൻട്രൊഡക്ട്, അതായത് ആ ഒരു പ്രോഡക്റ്റ് റോമോഷൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ തരിക. ലൈക്ക് എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ബൈ പ്രോഡക്ട്സ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം, അതായത് റോ മോഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആദ്യത്തെ ഈ ഒരു എപ്പിസോഡ് എന്നുള്ള രീതി. അപ്പോൾ എന്താണ്, നമ്മൾ ഭയങ്കര രാവിലെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. ഒരു 6 മണി 6:30 ഇച്ചിരി ലേറ്റ് ആയി. അറിയാലോ ഇപ്പോഴത്തെ ക്ലൈമറ്റ്, അറിയാലോ കേരളത്തിന്റെ എന്താണ് 38 ഡിഗ്രീസ് ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താണ് നമ്മുടെ ഒരു പ്ലാൻ ഉള്ള രീതിയിൽ തന്നെ രാവിലെ ഷൂട്ട് ചെയ്യണം. ബൈ ഒരു 9 o'clock നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണം. പിന്നെ ബാക്ക് ടു എല്ലാവരുടെയും സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു ലേസിനെസ്സിലൂട്ട് ഇങ്ങനെ പോകുന്ന ദിവസമായിരിക്കും. സോ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ, ചില കല്യാണങ്ങളിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഔട്ടിങ് കാര്യങ്ങള്, ഫാമിലി ടൈം ആണല്ലോ ശരിക്കും സൺഡേ എന്ന് പറയുന്നത്. ഇപ്പോ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വെക്കേഷൻസ് അല്ല, എക്സാംസ് ആണെന്ന് തോന്നുന്നു. എക്സാംസ് നടന്നുകൊണ്ടിരിക്കും മാർച്ചല്ലേ. സോ അതിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങള്. പിന്നെ വേറൊരു ജനക്കൂട്ടം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സൺഡേ ആണെന്നുമില്ല, മൺഡേ ആണെന്നുമില്ല, അവർക്കെല്ലാം രാവിലെ സൂര്യൻ ഉദിക്കുന്നു, രാത്രി സൂര്യൻ അസ്തമിക്കുന്നുള്ള കണ്ടീഷൻസിലേക്ക് പോകുന്ന വേറൊരു കേരള ജനക്കൂട്ടം എന്നൊക്കെ പറയേണ്ടി വരും. വിക്കിത്തകിനെ കടമെടുക്കുന്നതല്ല, പക്ഷെ വേറൊരു കേരള ജനക്കൂട്ടം. സോ ഓക്കെ, സോ നമ്മള് രാവിലെകളെ പറ്റിയിട്ടാണ് പറയാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതെ, എന്തുകൊണ്ടാണ് രാവിലെകൾ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ രാവിലെകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് എന്താണ് നവീൻ തോന്നുന്നത്? ശരിക്കും നമ്മള് ഇപ്പം ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടപ്പോഴേ, ടോവിനോയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അതിന്റെ അവതാരം, എനിക്ക് പേര് ഓർമ്മയില്ല, രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു. പുള്ളി പറയുന്നുണ്ടായിരുന്നു, അത് രാവിലെ എഴുന്നേറ്റ് നോക്ക്, ഒരുപാട് സമയം കിട്ടും മനുഷ്യന്മാർക്ക് എന്നുള്ളത്. ഒരുപക്ഷെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ 6 മണി ടൈം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. ശരിക്കും എല്ലാവർക്കും ആവശ്യത്തിലധികം സമയമുണ്ട്. 24 മണിക്കൂർ തന്നെയാണ് എല്ലാവർക്കും. പിന്നെ ഈ ചില കമ്മിറ്റ്മെന്റ്സിന്റെ പുറത്ത്, ചില വർക്കിന്റെ പുറത്ത് നമ്മൾ ലേറ്റ് നൈറ്റ് സ്റ്റേ ചെയ്യേണ്ടി വരും. അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ജോബാണ്. ഇപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആ റൊട്ടീൻ വെച്ച് സംഭവങ്ങൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ആള് ഫ്രീ ആയി ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മള് പ്രോപ്പറായിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണം, നമ്മൾ ടു ഡൂസും കാര്യങ്ങളും എന്തൊക്കെയാണ്, ഫാമിലിന്റെ കൂടെ എത്ര നേരം സ്പെൻഡ് ചെയ്യണം, ഔട്ടിങ് എങ്ങനെ, എല്ലാത്തിനും ഒരു സ്ട്രക്ചർ. പക്ഷെ എല്ലാം സ്ട്രക്ചർ കൊണ്ട് പോകണമെന്നില്ല, പോകാൻ പറ്റില്ല എന്നുള്ള വേറൊരു ഫാക്ടാണ്. കാരണം മനുഷ്യനാണ്, സാഹചര്യങ്ങൾ മാറും, സിറ്റുവേഷൻസ് മാറും, റോബോട്ടൊന്നുമല്ലല്ലോ, അതുപോലെ പക്ഷെ എന്നാലും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പറ്റും, സമയം കൊടുക്കാൻ പറ്റും. ആൾക്കാർക്ക് സമയം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന വിഷയം എന്താ വെച്ചാൽ, ഇപ്പം ആ വൈഫും ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ എനിക്കിപ്പോ പ്രോപ്പറായിട്ട് സമയം തരുന്നില്ല, നിങ്ങൾ ഇവിടെ വന്നാലും മൊബൈൽ കൊണ്ടിരിക്കുന്നു, ഫസ്റ്റ് പരാതി ആയിരിക്കും, ഒട്ടുമിക്ക ആൾക്കാരുടെ ആയിരിക്കും. അമ്മയാണെങ്കിൽ പറയാം നിന്നെ വീട്ടിലേ കാണാനില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഫുൾ ടൈം പുറത്താണല്ലോ, ഓഫീസിൽ വന്ന ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പം ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു രാവിലെ കുറച്ചു നേരം ഫാമിലിയോട് ഒരു 6 മണിക്ക് എഴുന്നേറ്റ അവരുടെ കൂടെ ഇപ്പോ എന്താണ് ഫുഡ് ഉണ്ടാക്കാനായാലും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്കായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഞായറാഴ്ച എങ്കിലും ഒരുമിച്ച് എല്ലാവരും കൂടി അടിപൊളിയാ. ശരിക്കും നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഹാപ്പിനെസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്ട് ഹാപ്പി ഹ്യൂമൻ എന്നുള്ള എന്താ പറയണ്ട ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതിന്റെ ബേസ് ആയിട്ടാണ് പോകുന്നത്. എങ്ങനെയൊക്കെയാണ് അതായത് ഒരു ബെറ്റർ ഹ്യൂമൻ ലിവിങ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു കമ്മ്യൂണിറ്റീനെ എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. അതൊരു വലിയ ഇനീഷ്യേറ്റീവ് ആണ്. അത് നമ്മൾ ഈ പറയുന്ന എന്താ പറയണ്ടേ, 2 പേര് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോ ഇതിന്റെ നമ്മളിതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തൊട്ട് അക്ഷയാണ് ഇതിന്റെ ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ. പിന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഞാൻ ഇതിന്റെ പാർട്ടാവാന്ന് പറയുന്നതും എനിക്കിത് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നതും ഞാൻ ഇതിലോട്ട് വരുന്നതും. സോ ഇനി അങ്ങോട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2021 നമ്മൾ ഈ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എടാ നമുക്ക് ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്യാം. ലൈക്ക് ആ സമയത്ത് ഇങ്ങനത്തെ സാധനം ഇല്ല. ഇപ്പൊ കുറച്ചെങ്കിലും അവിടെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മെന്റൽ ഹെൽത്തിനാണ്. ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ആൾക്കാർ ഇതിനെ പറ്റി സംസാരിക്കുന്നത്, ആൾക്കാർ
ടോക്സിസിറ്റിയിൽ നിന്നതുകൊണ്ട് ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ നമുക്ക് വർക്കിംഗ് കണ്ടീഷൻസിന്റെ പ്രശ്നങ്ങൾ ആൾക്കാർ ഒരിക്കലും സ്റ്റേ ബാക്ക് ഉദ്ദേശിക്കുന്നില്ല, പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പോകുന്നുണ്ട്. സ്റ്റേ ബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേറെ പല ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസോ കൊണ്ടായിരിക്കും. പക്ഷെ പണ്ടത്തെ ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുന്നത് കർട്ടൻ റൈറ്റ് നോ ആണ്, എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ നോ. ആ ഒരു ഓപ്പൺനെസ് വരാൻ കുറച്ച് സമയം എടുത്തു ശരിക്കും ആൾക്കാരുടെ ഇടയിൽ. ഒരു 90s സമയത്തൊക്കെ ആ ഓപ്പൺനെസ് ഭയങ്കര കുറവാണ്. ആൾക്കാർ ഭയങ്കര ഓക്കെ എനിക്ക് ഇതേ ഉള്ളൂ എന്നുള്ള ഫീലാണ്. ഇതിന് പുറത്തേക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആരും പോകുന്നില്ല. പൊട്ടക്കിണറ്റിലെ തവളാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. ലൈക്ക് എനിക്ക് എന്റെ ചുറ്റും പൊട്ടക്കിണറ്റിലെ തവളേന്റെ അവസ്ഥ, എന്റെ ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് കിണറ് ഇതൊക്കെയാണ് മാത്രം. അതായത് ഈ കാണുന്നതാണ് എന്റെ ലോകം മുകളിലോട്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ ആൾക്കാർ പിന്നെയും ചിന്തിക്കാനായിട്ട് മാറി തുടങ്ങി ഒരുപാട് ആൾക്കാർ. പണ്ട് ഈ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഭ്രാന്ത് എന്ന് പറയാ, ഇപ്പൊ ഇത് നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് മാറി. നമ്മളെ ശരിക്കും പറഞ്ഞ മനുഷ്യന്മാര് ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു സ്റ്റേജാ. അതിലൊന്നും പോയിട്ടില്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ പ്രശ്നങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോയി കാണണം, നമ്മൾ പോയിട്ട് ഡിസ്കസ് ചെയ്യണം, നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കണം. അത് നമ്മുടെ ഫാമിലിയിലാണോ വർക്കിംഗ് കണ്ടീഷൻസിലാണോ എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അതിന് എന്താണ് റെമഡി എന്നുള്ളത് കൊടുക്കാൻ പറ്റണം. പക്ഷെ ഇന്നത്തെ ആൾക്കാർ അത് എഫേർട്ട് എടുക്കുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാർ പേടിച്ചിട്ട് സമൂഹത്തിന് പേടിച്ചിട്ട് പോകുന്നില്ല. സമൂഹത്തിന് പേടിച്ചിട്ട് മാത്രമാണ് പോകാത്തത്. ഉള്ളിൽ അയ്യോ എനിക്കിത് ശരിയാവണം പറ്റുന്നില്ല, പക്ഷെ പോയിട്ട് ഇനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വീട്ടില് അറിയോ ഭ്രാന്താണെന്ന് പറയോ, അങ്ങനെയുള്ള കുറെ സിനാരിയോസ് മാറി വന്നു. ഇപ്പൊ നല്ല രീതിയിൽ മാറ്റമുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടി ബോധവാനാണ്. ഇപ്പോ നമ്മൾ സംസാരിച്ചത് ഈ ഡിപ്രഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ പറ്റിയാണ്. നമ്മള് എന്താണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പണ്ടൊക്കെ നിരാശാകാമുകന്മാര് മറ്റേ കള്ളു കുടിക്കും ആ ഒരു അവസ്ഥയിലാണ്. ആ ഒരു ലൈനിൽ പണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഇപ്പൊ കംപ്ലീറ്റ്ലി മാറി. ഇത് മാറി, ഇപ്പോഴത്തെ സിനാരിയോസ് മാറി. മദ്യപാനം അല്ല ഇപ്പോഴത്തെ ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ ഇപ്പം ഏറ്റവും വലിയൊരു ലീസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ കല്യാണം ആലോചിക്കാൻ പോകുമല്ലോ. കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ മദ്യപിക്കാറുണ്ടോ? ആ സോഷ്യലി ആം എ ഡ്രിങ്കർ അല്ലെങ്കിൽ സോഷ്യൽ ഡ്രിങ്ക് ചെയ്യാറുണ്ട്. ഒരിക്കലും മദ്യപാനം മോശം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം ഓരോരോ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. അല്ലെങ്കിൽ പുകവലി മോശം, അത് അർബുദത്തിന് കാരണമാക്കുന്നു, അത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മോശമല്ല എന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല, അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. ഇന്നത്തെ കല്യാണ മാർക്കറ്റിൽ പോകുമ്പോൾ ചില നേരത്ത് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിക്കാൻ നിൽക്കുമല്ലോ, ആ ഒരു എന്താ പറയണ്ടേ പെണ്ണിനെ കണ്ട സമയത്തൊക്കെ ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി വരാനുള്ള ചാൻസസ് കൂടുക. കഞ്ചാവ് അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ടോ, അങ്ങനെയുള്ള സിനാരിയോയിലോട്ട് പോകും. കാരണം ഈ കള്ളുകുടി അല്ലെങ്കിൽ മദ്യപാനം എന്നുള്ള ഈ ഒരു സിനാരിയോ ഒന്നും അല്ലാതെ മാറിയിരിക്കുന്ന സിനാരിയോസ് വരിക ശരിക്കും ഇന്നത്തെ സിറ്റുവേഷൻസ്. ഇപ്പോ ഇതിന് മുകളിലാണ്. അതെ, ആൾക്കാരുടെ ഇപ്പോ നമ്മള് റീസെന്റ് ഉള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഡ്രഗിന്റെ കേസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ. എന്തുകൊണ്ടാണ് ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഈ യുവത്വം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പം തന്നെയാണ്, നമ്മളൊന്നും എന്താ പറയണ്ടേ വയസ്സന്മാരൊന്നല്ല. അല്ലെങ്കിൽ ആൾക്കാർ പറയും തന്ത വൈബ് എന്നൊക്കെ പറയും. പക്ഷെ ചില സിനാരിയോസിൽ നമ്മൾ തന്ത വൈബ് ആയേ പറ്റൂ, ചില സിനാരിയോസിൽ നമ്മൾ 10 വയസ്സുള്ള പയ്യനായേ പറ്റൂ. മനുഷ്യന്മാർ അങ്ങനെയാണ്, ഫ്ലെക്സിബിൾ ആണ് എപ്പോഴും. പക്ഷെ ഇതില് ഇന്നത്തെ സിനാരിയോസിൽ പിള്ളേര് ഈ പണ്ട് എന്നൊക്കെ പറഞ്ഞ പാടങ്ങളിൽ വൈകുന്നേരം കളി, പിന്നെന്താ പറയണ്ട നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ പോവാ. അതായത് നമ്മള് വീട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മളെല്ലാരും ഒന്നും ഫ്രണ്ട്സിനോട് പോയിട്ട് കളിക്കാൻ നിൽക്കും, ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കും, ഫുട്ബോൾ കളിക്കാൻ നിൽക്കും, ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ നേരെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്ന് മൊബൈൽ എടുക്കുക, ഇൻസ്റ്റാഗ്രാം റീൽസ് കാര്യങ്ങള്. ഈ പറഞ്ഞ ഞാനും അല്ലെങ്കിൽ അക്ഷയാലും റീൽസ് നോക്കുന്നതെന്നല്ല പറയുന്നത്. പക്ഷെ എന്നാ പോലും ഈ ചെറുപ്രായത്തില് പോലും നമ്മുടെ ഈ ഏജില് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് നമ്മളെ മോൾഡ് ചെയ്തെടുത്ത് നമ്മുടെ ആ ഒരു മൊറാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കറക്റ്റ്. ആ ഒരു സാധനം ഇന്നത്തെ എല്ലാരെയും ഞാൻ പറയുന്നില്ല, ഇന്നത്തെ ചെറിയൊരു എന്താ പറയണ്ട ആൾക്കാർക്ക് പോലും അത് കിട്ടുന്നില്ല. പക്ഷെ വേറൊരു സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മുന്നേ, അതായത് ഒരു ജനറേഷൻ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് തുടങ്ങിയിട്ടാണ് ഇന്നത്തെ പയ്യന്മാരിൽ പലരും. ഇപ്പം ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, 10 വയസ്സുള്ള മകനെ കാരിയറായിട്ട് ഒരു അച്ഛൻ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അടി അച്ഛന് കൊടുക്കണം. പിന്നെ ഇതിന്റെ മറവില് കുട്ടിയുടെ പേരിൽ ഇങ്ങനെ സെയിൽ നടത്തണം. അതാണ് ഇന്നത്തെ സിനാരിയോസ് എന്ന് പറയുന്നത്. ആരെന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഒന്ന് ഫാമിലി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇപ്പോൾ എൻ്റെ അനിയനോടായാലും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന, ഞാൻ അത്യാവശ്യം പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ ട്യൂഷൻ എടുക്കാറുണ്ട് കുറേ മുന്നേ. അപ്പോഴൊക്കെ ഞാൻ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ എന്തുണ്ടെങ്കിലും വീട്ടിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കണം.
അല്ലെങ്കിൽ വെറുതെ ഇരിക്കും അവരുടെ കൂടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഒന്നും അവർ വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങും. അപ്പോഴവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാനുള്ള ഇത് കിട്ടും, സ്വാതന്ത്ര്യം. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇപ്പോ എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുന്ന സ്റ്റേജ് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആവുന്ന സ്റ്റേജ് വരുന്നു. ആ സമയത്ത് നമുക്ക് ആദ്യം തോന്നുക നമുക്ക് ആരും സംസാരിക്കാൻ ഇല്ലല്ലോ എന്നുള്ള സിനാരിയോണ്. ആ സമയത്ത് നമുക്ക് ഇവിടെ നമ്മുടെ പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് എന്നുള്ളത് അവര് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ ഒരു തോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങണം. ഇപ്പോ പലർക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത്, അച്ഛനും അമ്മയോട് സംസാരിക്കാൻ പറ്റില്ല. ഇന്നത്തെ സിനാരിയോ ഞാൻ ഒരിക്കലും ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു നമ്മുടെ കാണുന്ന കാഴ്ചകളാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെയല്ല, എന്നാലും പക്ഷെ ചില സിനാരിയോസിൽ അച്ഛനും അമ്മക്കും സമയമില്ലാതെ മകനെയോ മകളെയോ അവിടെ ആക്കുക ഇവിടെ ആക്കുക, അവരിങ്ങനെ പോകും. അപ്പം അവര് അവരുടെ സന്തോഷം കണ്ടെത്തുന്നത് മൊബൈലിലോട്ടേക്ക് മാറും. പിന്നെ അപ്പം ഈ സ്നേഹം കിട്ടാതെ വരുന്ന സമയത്ത് സിറ്റുവേഷൻസിൽ ആര് സ്നേഹം കൊണ്ടുവന്നാലും ഒരു പക്ഷേ അത് പ്യുവർ ലവ് ആണെന്ന് വിചാരിച്ചാൽ അതിലോട്ട് പോകും. ഇപ്പൊ നമ്മൾ യൂഷ്വലി കാണുന്ന സിനാരിയോസ് ആണ് ഇത്. അല്ലെങ്കിൽ എനിക്ക് വരുന്ന മെസ്സേജസ് ആയാലും അങ്ങനെയാണ്, എനിക്കാരും സംസാരിക്കാനില്ല, അപ്പൊ അങ്ങനെയാണ് ഞാൻ അവനെ പരിചയപ്പെട്ടത്, പക്ഷെ അവൻ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക്. ഒരിക്കലും എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ സൈഡിൽ നിന്ന് വരുന്നതല്ല, രണ്ടു പേരുടെയും വരുന്നതാണ് ആക്ച്വലി. ഇപ്പം എനിക്കറിയുന്ന കുറച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെയൊക്കെ ആയിരുന്നു സിനാരിയോസ്. നമ്മൾ പറയുമ്പോഴും നമ്മളവിടെ നിങ്ങൾ അച്ഛനും അമ്മയോട് സംസാരിക്കുക, നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയ അച്ഛനും അമ്മ. അത് കഴിഞ്ഞാൽ ആരായിരിക്കും? അനിയൻ ഉണ്ടെങ്കിൽ അനിയൻ, ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ. ഇനി അതൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ കസിൻസ്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കസിൻസ് ഒക്കെ അടിപൊളിയാണ്, ഞാൻ അവരോടൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, എൻ്റെ ചേട്ടന്മാരായാലും അവരായാലും. അപ്പൊ അവരോട് സംസാരിക്കുക, അവിടെ ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ട്, എന്താ ചെയ്യണ്ടേ? അപ്പൊ ഒപ്പീനിയൻസ് എടുക്കാനല്ല, നമ്മുടെ സ്റ്റേറ്റ് സംസാരിക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കിട്ടുക, അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി കിട്ടുക എന്നുള്ളത് അല്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു പ്രഷർ കുറയും, അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു കിട്ടും. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഫേസ് ചെയ്യുന്ന രണ്ടാമത്തെ സിനാരിയോ ഡ്രഗ്സിന്റെയാണ്. ഡ്രഗ്സ് എന്നുള്ള ഈ സാധനം ശരിക്ക് എന്താ പറയണ്ടേ, മുരളി ഗോപിയുടെ ആ സാധനമില്ലേ, നമ്മൾ ആ ലൂസിഫറിൽ എഴുതിയേക്കുന്ന വരിയില്ലേ, IUF ഫണ്ട് ചെയ്യുന്നത്, ആ ഒരു സാധനമില്ലേ, അത് ഞാൻ പുള്ളിനെ ഇലുമിനാറ്റി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ പുള്ളി ആ എഴുതിയേക്കുന്ന സാധനമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ വിഷൻ അല്ലെങ്കിൽ മിഷൻ, ആ ഒരു സമയത്ത് പുള്ളി എഴുതിയ സാധനം കറക്റ്റ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര കൂടുതലാണ്. ഈ വർഷം ഈ റീസെന്റ് ഈ 2-3 months ആയിട്ട് ഇത് ന്യൂസ് എല്ലാം ഇതന്നെ. സുരേഷ് കൃഷ്ണയുടെ ന്യൂ ഇയർ വിഷസ് ഉണ്ട്, അതായത് ഈ പ്രാവശ്യം 2025 ആശംസകൾ എന്നിട്ടൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ എന്ത് സിനാരിയോ വന്നാലും നിങ്ങൾ കൺവിൻസ് ചെയ്തിപ്പിക്കുന്നതല്ലേ, പക്ഷെ പുള്ളിയുടെ അങ്ങനെ കൺവിൻസിങ് സ്റ്റാർ ആക്കി കളഞ്ഞു മീഡിയ എല്ലാവരും കൂടിയിട്ട്. ശരിക്കും ഈ പുള്ളിയുടെ വിഷ് എന്നല്ല, നമ്മളിങ്ങനെ ഓരോ പോയിന്റ് ഓരോ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് ശരിയാവും നാളെ ശരിയാവും. പക്ഷെ ഈ സാധനം ഒരു സ്ലീപ്പർ സെൽസിനെ പോലെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് പോലും അറിയാത്ത ആൾക്കാർ, നമുക്ക് അറിയുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ ഞാനിങ്ങനെ ഇതിന്റെ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി എന്താണ് ഈ പറഞ്ഞ ഡ്രഗിനെ കൊണ്ടുള്ള കാര്യം. ഇത് ജർമ്മനിയിൽ 1912 ഈ സംഭവം എന്താണ് അവര് ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു ഗുഡ് കോസിന് ഡെവലപ്പ് ചെയ്ത സാധനം, അതായത് മനുഷ്യന്മാരുടെ രക്തസ്രാവം കൂടുന്നതിരിക്കാനുള്ള ഒരു മരുന്നാണ് ഈ ഒരു MDMA അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് എന്തായാലും. അത് മെർക്ക് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവര് ഉദ്ദേശിച്ച സാധനമല്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു 1950-80 കാലഘട്ടത്തിലൊക്കെ ഈ സൈക്കോളജിസ്റ്റുകളുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് കാര്യം മനസ്സിലാവാനായിട്ട് അവരങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അതായത് അവർക്ക് ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാല് അവർ പറയുമല്ലോ എന്താണെന്ന് പറയും, അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങി. അതായത് അത്തരം അന്നത്തെ സൈക്കോളജിസ്റ്റിനെ പൊട്ട ബുദ്ധി എന്ന് പറയും. ആ ഒരു സമയത്ത് അങ്ങനെ തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. പിന്നെ 1980 എത്തുന്ന സമയത്താണ് കുറച്ചധികം യൂസേജ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ US ഇത് മെക്സിക്കോ പോലത്തെ രാജ്യങ്ങളിൽ ഇതിലെ പ്രൊഡക്ഷൻ കൂടി. അതായത് ആരും അറിയാതെ തന്നെ ഇല്ലീഗലി പ്രൊഡക്ഷൻസ് കൂടി. പിന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോൾ, കൊച്ചു കേരളം എന്നൊന്നും പറയുന്നില്ല, വലിയ അതായത്
ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള കേരളത്തിലേക്ക് ഒന്നും ഒരിക്കലും ഡെവലപ്ഡ് അല്ല കേരളം. അതിന് എന്തൊക്കെ ആരൊക്കെ വാദിച്ചാലും ഡെവലപ്ഡ് അല്ല, ഡെവലപ്പിംഗ് ആണ്. ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് വരാനുണ്ട് നമുക്ക് ഇനിയും. എന്താ പറയണ്ടേ, ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കണ്ണൂർ എയർപോർട്ട് എന്നൊക്കെ. അത് വേറൊരു ടോപ്പിക്കാണ്, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. ശരിക്കും ഈ ഡെവലപ്പിംഗ് കേരളത്തിലോട്ട് വരുന്ന സമയത്ത് പിള്ളേരുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു സ്ലീപ്പർ സെൽസിനെ ഇറക്കിയിട്ട് ഈ ഡ്രഗ് മാഫിയ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു ഫോക്കസിങ് പോയിന്റ് തന്നെ സ്റ്റുഡൻസ് ആണ്. 10 വയസ്സുള്ള മകനെ കാരിയറായിട്ട് ഉപയോഗിക്കുന്ന സിനാരിയോ കേരളത്തിലാണ്. എനിക്ക് ആ അമ്മയുടെ അച്ഛനെയും കൊന്ന പയ്യന്റെ മെന്റൽ സ്റ്റേറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അത് ഡ്രഗ് ആണോ ഡ്രഗ് അല്ല എന്നൊക്കെയാണ് ന്യൂസുകാർ പറയുന്നത്. മീഡിയ പറയുന്നത് വിശ്വസിക്കണോ അല്ലെങ്കിൽ മീഡിയ ആണ് പറയുന്നത് സത്യമാണോ വിശ്വസിക്കണോ എന്നൊന്നും അറിയില്ല നമുക്ക്. അപ്പൊ അതിന്റെ സിനാരിയോ നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ. അത് പോലീസിന്റെ കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ അങ്ങനെ പോയിക്കോട്ടെ. പക്ഷേ ഈ സിനാരിയോ വരുന്ന ഇങ്ങനത്തെ സിനാരിയോസ് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഉറപ്പിക്കുക നമ്മുടെ വീട്ടിൽ ഈ സാധനം ആരും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ നമ്മുടെ ഫാമിലി സർക്കിളിൽ ഉറപ്പുവരുത്തും ഞാൻ ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെ തിരുത്താം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അത് അവനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഈ സാധനം നീ ഉപയോഗിക്കുന്നുണ്ടല്ലേ, അതായത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നേക്കാം, അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരിൽ പറയും എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ നിന്റെ കയ്യിൽ അതുണ്ടോ, അതായത് ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നീ അത് വലിയ കാര്യമായിട്ടാണല്ലോ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം അക്ഷയ് ഇപ്പൊ വീട്ടിൽ പോയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഫ്രണ്ട് സർക്കിളിൽ പറയുമ്പോൾ അവർ നീ ഉപയോഗിക്കുന്നുണ്ടോ, ആ ചോദ്യങ്ങൾക്ക് ഭയങ്കര പ്രസക്തിയാണ്. അതായത് എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ട് വരുന്ന പോലെയാണ് ഇത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയിൽ കാണുന്നത്. അതേ പറയുന്ന പോലെ ഈ അവാർഡ് വരുന്നില്ല, അതേപോലെ വേറൊരു സാധനമാണ് നമ്മള് സ്കൂള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അയ്യേ നീ ഇതൊന്നും ഉപയോഗിക്കില്ല, അതാണ് ഇതൊന്നും വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതാണ് ബെറ്റർ. അല്ല, ഞാനൊരിക്കലും മദ്യപാനത്തിനോ സിഗരറ്റ് അല്ല പുകവലിനോ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള വിപത്തുകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സിനാരിയോസ് കൂടുവാണ്. ശരിക്കും എൻ്റെയൊക്കെ അഭിപ്രായത്തിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ബാറുകൾ അതൊക്കെ ഒരു വ്യവസായമാണ്. നമ്മൾ തറക്കാൻ പറ്റുന്ന ഒന്നുമല്ല, വലിയ വലിയ വ്യവസായങ്ങളാണ്. പക്ഷെ ഇനീഷ്യേറ്റീവ് എടുക്കണം ആൾക്കാർ. അല്ലേ, നമ്മൾ മനസ്സിലാക്കിയാണ്, അതായത് നമ്മളെ തന്നെ കൊല്ലാണ് ഇത് ഈ സാധനം. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൊല്ലാനായിട്ട് അതിന് പ്രൊമോട്ട് അല്ലെങ്കിൽ അതിന് വിടുകയാണ്. നമ്മള് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അത് പൂട്ടിക്കാതെ അല്ലെങ്കിൽ നിർത്താതെ നടക്കാൻ പോകില്ല. അല്ലെങ്കിൽ ഓരോരുത്തരും ഇനീഷ്യേറ്റീവ് എടുക്കണം. അല്ലാതെ അത് നടന്നോട്ടെ എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. ഇല്ല, അത് അതിന്റെ സൈഡിൽ ഇങ്ങനെ ഗ്രോ ചെയ്തോണ്ട് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് കേസ് കഴിഞ്ഞാൽ പോലും അവര് അത് അതിനെതിരെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ്. ആദ്യകാലങ്ങളിൽ അതായത് ഈ സാധനം കടയെ വെട്ടെന്ന് പറയില്ല, നമ്മള് സാധനം അടിയെ വെട്ടുക എന്ന് പറയില്ല. ചെറിയ ചെറിയ കാരിയേഴ്സ് പോലത്തെ ആൾക്കാരെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്ന് പറയണ്ടേ ചെറിയ ആൾക്കാരെ പിടിച്ചിട്ടോ ഇത് നിൽക്കാൻ പോകുന്നില്ല. വീണ്ടും പുതിയ ആൾക്കാരിലൂടെ ഈ സാധനം വരും. ഇപ്പൊ നാളെ നമ്മളീ പറയുന്ന നമുക്ക് വല്ല ഭീഷണി വന്നുകൂടായിക്കൊന്നുമില്ല. കാരണം അവരൊരു വലിയ സിൻഡിക്കേറ്റാ, മറ്റേന്താ പറയണ്ടേ വലിയ സിൻഡിക്കേറ്റാ. നമ്മളൊന്നും കൂട്ടിയാൽ കൂടുന്ന ടൈപ്പ് ഒന്നുമല്ല. പക്ഷെ നമ്മളിപ്പോ മറ്റേ സിനിമകളിലൊക്കെ കാണുന്നില്ലേ, ലിയോലൊക്കെ കാണുന്ന പോലെ വലിയൊരു സിൻഡിക്കേറ്റാ. നമ്മള് പോയിട്ട് കടന്നിട്ട് ഇവർക്കെതിരെ പറയുന്ന അല്ല ശരി ഒന്നുകൂടെ ഉണ്ട്. ഇവർക്കെതിരെ പറയുന്നതല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് നശിക്കുന്ന യുവത്വത്തിന്റെ സിറ്റുവേഷൻസ് പറയുന്നതാണ്. അത് മനസ്സിലാക്കിപ്പിക്കാന്നോ അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരെ നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. കാരണം ബിക്കോസ് അല്ല, അവർ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഇവരെ തിരുത്താൻ പറ്റില്ല. അതാണ് അതിന്റെ സത്യം. അവര് കാരണം നശിച്ചു കുറെ ജനങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊന്നും മാക്സിമം എന്താ പറയാ, ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് ഇന്നലെ അക്ഷയ് ഒരു ഇനീഷ്യേറ്റീവ് എന്താ പറയണ്ടേ ചെയ്തു. പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമന്റെ ഭാഗമായിട്ട് ഒരു ചാലഞ്ച് തന്നെ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ ചാലഞ്ച് ചെയ്യാണ്. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. സോ ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ റിപ്പോർട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല. എത്ര ആൾക്ക് ധൈര്യമുണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ എത്ര ആൾക്കാർ? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ അക്ഷയോട് പറയുകയും ചെയ്തു, ഞാൻ ആ ചലഞ്ചിന്റെ ഞാൻ S2 എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ എത്ര പേർക്ക് ധൈര്യമുണ്ട്? സോ ഇങ്ങനെയുള്ള ചാലഞ്ചസ് ഇനി വഴിയെ മുമ്പോട്ട് ഒരുപാട് ചാലഞ്ചസ് വരുന്നുണ്ട്. സോ അല്ല, നമ്മളുടെ മെയിൻ ഉദ്ദേശം ഈ പ്രോജക്ട് ഹാപ്പി ഹ്യൂമൻ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക്
എന്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എനിക്കും എന്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കും എങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാക്കാം. നമ്മൾ പലപ്പോഴും ഒരു ബെറ്റർ ലിവിങ് ഉണ്ടാവും. ഒരു കമ്മ്യൂണിറ്റീനെ എങ്ങനെ നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റും. വലിയ ടോപ്പിക്കാണ്, വലിയ നമ്മൾ ചില്ലറ പറയുന്ന വലിയ ചുമ്മാ 2 വരിയിൽ പറഞ്ഞു ഒതുക്കുന്നതല്ല, വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതെങ്ങനെയൊക്കെ നമുക്കിത് ഇൻബിൽഡ് ചെയ്ത് വരാം, ഒരു ജനറേഷന്റെ ഉള്ളിലേക്ക് എങ്ങനെ ഇൻഫ്യൂസ് ചെയ്യാം. ഇൻഫ്യൂസ് എന്നാണ് കറക്റ്റ് പറയാം. ബിക്കോസ് അവരുടെ ഇപ്പോൾ ഉള്ള സാധനം മാറ്റണം. ഇപ്പോൾ ഉള്ള തോട്ട് പ്രോസസ്സ് കുറേയൊക്കെ മാറ്റി ഈ പറയുന്ന നമ്മുടെ വിഷൻ എന്നല്ല അത് പറയുന്നത്, അത് ഒരുപാട് അത് ഓൾറെഡി പുറത്തുള്ള യൂറോപ്യൻ റീജിയൻസിലൊക്കെ വിജയിച്ച സംഭവങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ അടുത്ത് അത് വന്നില്ല, നമുക്കത് വരാൻ ഇനിയും സമയം ഒരുപാട് എടുക്കും. അപ്പൊ അത് നമ്മളൊന്ന് ഒരു ചെറിയ ഇനീഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങോട്ടേക്ക് പൊക്കോട്ടെ, അല്ലെങ്കിൽ അത് നടന്നു, അത് വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റ് ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അതേപോലെ സിനാരിയോയാണത്. ആരെങ്കിലും ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുക, ആരെങ്കിലും ഇതിന്റെ ഇതിൽ തുടങ്ങുക. അതാണ് ഫസ്റ്റ് മെയിൻ തുടങ്ങാന്നുള്ളതാണ് നമ്മുടെ, അതായത് നമ്മുടെ ഒരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് തന്നെ അതാണ്. നമ്മള് അത് തുടങ്ങി, ഇനി നിങ്ങളിലോട്ട് നമ്മളത് കൊണ്ടുവരും, നിങ്ങളത് ഏറ്റെടുക്കുക. അതാണ് നമ്മുടെ ഫൈൻ. പിന്നെ ചാലഞ്ചിങ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് 1, 2, 3 പേരാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1, 2 പേരുണ്ട്. അതായത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്, ടോവിനോ തോമസ് ഫിറ്റ്നസ് അത്യാവശ്യം ഫിറ്റ്നസ് ഫ്രീക്ക് തന്നെയാണ് പുള്ളീനെ എന്തായാലും നമുക്കൊരു ഇതിലേക്ക് ചാലഞ്ചിന്റെ ഭാഗമാക്കണം. അതെ, തീർച്ചയായിട്ടും. പുള്ളി ഇത് കാണാണെന്നുണ്ടെങ്കിൽ അതെ, കാണുമോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ എന്തായാലും നമ്മുടെ ചാലഞ്ചിന്റെ അടിയിൽ പുള്ളീനെ മെൻഷൻ ചെയ്യും. ബിക്കോസ് നമുക്ക് പുള്ളിയുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്തായാലും വേണം പുള്ളിയുടെ സൈഡിൽ നിന്ന്. കാരണം അതായത് ഇതൊന്നും അല്ല വേൾഡ്. നമ്മള് പണ്ടൊക്കെ പറയുന്ന കാര്യമാണ്. ഞാൻ മുന്നേ ഇതേപോലെ ഇവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഹാപ്പി ഹ്യൂമന്റെ തോട്ട് ഈ 2021 ആ ഒരു തോട്ട് ഞാൻ ഒരു പുള്ളിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇത് ലൈക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് എതിരെ എന്നുള്ളതല്ല, അവര് ഉൾക്കൊടുത്തുകൊണ്ട് അവർക്ക് ഇതല്ല ലഹരി, അതാണ് ഇതിലും വലിയൊരു എക്ടസി കിട്ടുന്ന സാധനങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോ എന്താ പറയാ, ഈ പറയുന്ന ആ ഡയലോഗ് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ക്യാമ്പസുകളിലും സിനിമാ സെറ്റുകളിലും ഒളിഞ്ഞും തെളിഞ്ഞും കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇന്ന് സത്യം പറഞ്ഞ ആ ഡയലോഗ് ശരിക്കും അന്വർത്ഥമായി. നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇതിന്റെ ഉള്ളിലോ അവിടെയോ എവിടെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, നമുക്കത് അറിയില്ല. പക്ഷെ അത് നിക്കണം. ഇത് നിന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാര് സോംബീസായി മാറും. അതാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ ഈ സോംബീസ് ഒക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്, സോംബീസ് വരും മറ്റേത് വരും എന്നൊക്കെ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പറയും. പക്ഷെ അതിലേക്ക് സിനാരിയോസ് പോകും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പൊ റീസെന്റ് നടക്കുന്ന എല്ലാ ചെറിയ ഇഷ്യൂസ് എടുത്തോ, എല്ലാത്തിന്റെയും പുറകെ ഡ്രഗ്സിന്റെ ഒരു ഉണ്ട്. എന്ത് തന്നെ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു കേസ് പറയാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുണ്ട്. നല്ല രീതിയിൽ ഇത് എന്താ പറയണ്ടേ, ആ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിലുള്ള ആൾക്കാർ ബോധവടാവണം. അതാണ് ഞാൻ പറയുന്നത്. വീട്ടിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ബോധവടാവണം. ഇപ്പൊ ഈ ട്രോളൊക്കെ കാണുന്നുണ്ട്, ATM കാർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാൻ ശ്രമിക്കുക എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല, അതൊന്നും അല്ല അതിന്റെ ഒരു പോം വഴി എന്നൊക്കെ പറയുന്നത്. കാര്യം അവർക്കത് ATM വേറെ ഉപയോഗിക്കാലോ, മണ്ടന്മാരല്ലല്ലോ അവര്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാറ്റി വെക്കാനാണ് അവർക്ക്. അപ്പൊ അതിന് പകരം അവരോട് സംസാരിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകളോ ആരായാലും, അത് മദ്യപാനം ആയിക്കോട്ടെ, അതായത് നമ്മുടെ ശരീരം നശിപ്പിക്കുന്ന എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു. അതായത് ഭർത്താവ് നന്നായിട്ട് മദ്യപിക്കും, പക്ഷെ ഭാര്യ പുള്ളീനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഫുള്ള് പ്രശ്നമാക്കിയിട്ട് നേരെ ജിമ്മിന് കൊണ്ടുവിട്ടു. പിന്നെ പുള്ളി ഫിറ്റ്നസ് ഫ്രീക്കായിട്ട് മാറുന്നു, മദ്യപാനം ഉപേക്ഷിക്കുന്നു, ഫിറ്റ്നസ്സിൽ ലഹരി കണ്ടെത്തുന്നു. അത് ഒരുപാട് കേരളത്തിൽ തന്നെയാന്ന് തോന്നുന്നു. ഞാൻ ന്യൂസ് കുറച്ച് മുന്നേ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഫിറ്റ്നസ്സിലോട്ട് കടക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ പാഷൻ എന്താണോ, നമ്മൾ ഉപേക്ഷിച്ച കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് നമ്മള് ആദ്യം ആനന്ദം കണ്ടെത്തിയ ഉണ്ടാവും ഇതിലേക്ക് പോകുന്നത്. ഇപ്പൊ പാട്ട് ആയിക്കോട്ടെ, എന്താ പറയുക, ചെറിയ കുക്കിംഗ്, അതൊക്കെയാണ് ശരിക്കും പാഷനോടുകൂടി ചെയ്യാൻ പറ്റുന്ന സംഭവം. കുക്കിംഗ്, പാട്ട്, ഡാൻസ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബുക്ക് വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബുക്ക് വായിച്ചിരിക്കുക, അല്ലെങ്കിൽ ബുക്കിൽ കുറച്ച് സമയം കൊടുക്കുക. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഒരുപാട് പുതിയ വാക്കുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മൾ തോട്ട് പ്രോസസ് കുറേയൊക്കെ മാറും, ഒരുപാട് പുതിയ വേൾഡിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ആവും. പിന്നീട് കുറച്ച് നാൾ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, വർക്ക് കാര്യങ്ങൾ എന്നൊക്കെ വന്നപ്പോൾ വീണ്ടും ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഞാൻ നോക്കണം. ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് എനിക്ക് ഭയങ്കരമാണ് ബുക്ക് വായിക്കുമ്പോൾ. അല്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ട് ഈ ബുക്കിലെ കാര്യങ്ങൾ പോയിട്ട് ഞാൻ അമ്മേനോട് സംസാരിക്കുമ്പോൾ
ഇങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കര പീസ് ഓഫ് മൈൻഡ്. ഇന്നത്തെ ആൾക്കാരിൽ ഇല്ലാത്തതും അതാണ്. അല്ല, ഈ ബുക്ക് വായിക്കുന്നതിന് വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് സംസാരിക്കാനായിട്ട് പോയിന്റുകൾ കിട്ടും. പോയിന്റുകളല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അതാണ് നമുക്കിപ്പോ ഒരാൾ കാര്യം പറയുന്ന സമയത്ത് അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഗ്രാഹ്യം എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ മൈൻഡിലേക്ക് ഗ്രാവിറ്റി ഇല്ലാതെ ചുമ്മാ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സാധനം വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ എന്ത് മാറ്റർ ആയിക്കോട്ടെ അതിൽ ആ നോളജ് ഓഫ് ഗ്രാവിറ്റി എടുത്ത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് പറയുമ്പോൾ അത് എത്രമാത്രം ബെനിഫിഷ്യൽ ഓപ്പോസിറ്റിലെ ആൾക്ക് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. ഒന്ന് പ്രൊജക്ട് ഹാപ്പി ഹ്യൂമൻ ഉണ്ട്, പിന്നെ റോമോഷൻസിന്റെ കണ്ടിന്യൂഷൻസ് കാര്യങ്ങളുണ്ട്. പ്രോജക്ട് ഹാപ്പി ഹ്യൂമന്റെ ഭാഗമായിട്ടാണ് റോമോഷൻസ് ഉള്ളത്. ശരിക്ക് അക്ഷയുടെ റോമോഷൻസ് എന്നുള്ളത് ആദ്യം അക്ഷയ് തുടങ്ങിയിരിക്കുന്ന വേറൊരു പാർട്ട്ണറുമായിട്ടാണ്. അപ്പോ ശരിക്കല്ല, നമ്മള് രണ്ടുപേരും ഇത് ഒരുപാട് നാളായിട്ട് ഡിസ്കഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മൊബൈലിലുണ്ടായിക്കോട്ടെ, നേരിട്ടായിക്കോട്ടെ, വാട്സാപ്പിലായിക്കോട്ടെ. അപ്പൊ നമ്മൾ പറയുന്ന നമ്മുടെ കുറേ സിമിലാരിറ്റീസ് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊജക്ട് ഹാപ്പി ഹ്യൂമന്റെ പാർട്ട് ആവാം എന്നുള്ള രീതിയിലേക്ക് ഒരു ഇനീഷ്യേറ്റീവ് വന്നത്. പിന്നെ ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ അക്ഷയ് എടുക്കുന്ന ഇനീഷ്യേറ്റീവും ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ലൈക്ക് വി നീഡ് യുവർ സപ്പോർട്ട്. അതെ, എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും വേണം. സോ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആൾക്കാർ എത്രത്തോളം ജോയിൻ ചെയ്യുന്നു, ഈ കമ്മ്യൂണിറ്റി എത്രമാത്രം സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് പറ്റുന്നു അത്രയും ആൾക്കാരെ. ഇപ്പൊ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, അതാണ് നവീൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ടാൾക്കും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമ്പോൾ കൂടി പിന്നെ അതാ സ്ട്രെങ്ത് തന്നെ അതേപോലെ കമ്മ്യൂണിറ്റി തന്നെ കുറേ വണ്ടികൾ പോകുന്നുണ്ട് ഒരുമിച്ചിട്ട്. അല്ലല്ല, ശരിക്കും ഒരു കമ്മ്യൂണിറ്റി തന്നെ വേറൊരു കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സൊസൈറ്റി ആയിട്ടാണ് നമുക്ക് മാറ്റിയെടുക്കാൻ ഭയങ്കരമായിട്ട് വലിയൊരു. അതൊരിക്കലും ഈ പറയുന്ന ഇൻഫ്യൂസ് ചെയ്തിട്ട് വരുന്ന സാധനമല്ല, സ്വയം തോന്നിയിട്ട് താല്പര്യപ്പെട്ടിട്ട്. ഇപ്പോ നിങ്ങളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെട്ട സാധനം എന്താണോ അതാണ് അത് ഒഴിവാക്കിയിട്ട് പുതിയ സാധനം അല്ലെങ്കിൽ നല്ല എന്തോ ആയിക്കോട്ടെ, ഈ പ്രൊജക്ട് ഹാപ്പി ഹ്യൂമൻ എന്നല്ല, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങള് മാറണം. നമ്മൾ മാറണം. നമ്മൾക്ക് ഹാപ്പിനെസ് തരുന്നത് നമ്മളുടെ എന്താണ് ഫിസിക്കൽ ഹെൽത്ത് ആയി കഴിഞ്ഞാലും അതിന് ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം നിങ്ങളിലേക്ക്. മെയിൻ ആയിട്ട് ഇനി നമുക്ക് വരേണ്ടത് ഇനിയുള്ള ജനറേഷൻസിൽ പോലും ഈ സാധനം എഫക്ട് ശരിക്ക് എന്താ പറയണ്ടേ, ഇനിയുള്ള ജനറേഷൻസിൽ എഫക്ട് ചെയ്യപ്പെടുന്നതാണ് ആൾക്കാർ പറയുന്നത് ഭയങ്കരമായിട്ട്. ശരിക്കും നമ്മുടെ ആൾക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് ഇവിടെ വെച്ചിട്ട് നിർത്താൻ പറ്റും. 2025 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലോട് കൂടി, അല്ലെങ്കിൽ അറിയില്ല, അതിന് സമയം എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് കുറെ ലിങ്ക്സും കാര്യങ്ങളും അതാണ്. അപ്പൊ അതിലേക്ക് ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്യുക, അതിലേക്ക് ഓരോരുത്തരെയും മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതാണ് ഏറ്റവും വലിയ സത്യം. നമ്മുടെ എന്താ പറയുക, കവലകളിൽ പിള്ളേര് ഇരിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് പണ്ടത്തെ ആൾക്കാർ ചോദ്യം ചെയ്യാറുണ്ട്. ഇപ്പൊ ഇന്നത്തെ ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഒരു ഇല്ല, ഈ സാധനം ഇപ്പൊ ഇല്ല, വളരെ കുറഞ്ഞു. രാവിലെ എണീറ്റ് കുട്ടി നമ്മളിങ്ങനെ ചെറുപ്പത്തിലേക്ക് സൈക്കിളൊക്കെ എടുത്തിട്ട് എവിടെയൊക്കെ കളിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ എഴുന്നേക്ക 10-11 മണിയാകുമ്പോ എഴുന്നേക്കും. പിന്നെ തുടങ്ങി ഫോൺ എന്ന രീതിയിൽ. ഫോണിൽ എത്തുന്ന സാധനം എന്താ, ഫോണിലും ഈ സാധനമാണ് വരുന്നത്. ഇതിനെ ഭയങ്കര പ്രൊമോട്ട് ചെയ്തിട്ട് ഇത് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ കാണിക്കുകയാണ്. ഇതില് പണ്ടൊക്കെ പറഞ്ഞ അവിഹിതം, ഡ്രഗ്സ്, ഇതൊക്കെ ഭയങ്കര വലിയ തെറ്റാണ്. ഇന്ന് എന്ന് പറയുന്ന ഈ സാധനത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ പക്ഷെ അവിഹിതത്തിന്റെ കാര്യമല്ല. ഡ്രഗ് എന്ന് പറഞ്ഞത് ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട സാധനമല്ല. ലാലേട്ടൻ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ് തന്നെയാണത്. അത് ആ ഒരു ഡയലോഗ് പണ്ടും പറഞ്ഞത് ഇപ്പോഴും പറയുന്നുണ്ട്. സിറ്റുവേഷൻസ് ഒന്നും മാറ്റമൊന്നുമില്ല. പണ്ട് വളരെ ചുരുക്കമായിരുന്നു, ഇന്ന് എന്താ പറയുക പരസ്യമായിട്ട് എല്ലാവർക്കും. അത് ഈ പറയുന്ന ഈ സിനാരിയോസ് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടങ്ങുക. ഈ ഇനീഷ്യേറ്റീവ് ഡ്രഗ്സ് യൂസ് ചെയ്യില്ല എന്നുള്ള ഈ ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ വീട്ടിൽ തുടങ്ങുക. അതാണ് ഡേർട്ടി ബിസിനസ്. ഞാൻ ചെയ്യില്ല, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് നിങ്ങളെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അത് പയ്യെ അതായത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ് കുറച്ച് പേര് കൂടി ചേർന്നിട്ട് അവരുടെ വീടുകൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരള പോലീസിന് എത്തിച്ചേരുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ വീടിന്റെ ഇടയിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം, നമ്മൾ അവരിലേക്ക് എത്തിക്കും. സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത്
നമ്മൾ അവരോട് ചെയ്യുന്ന തെറ്റായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം. അതായത് നമ്മൾ ഒരാളെ കുട്ടിയെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ, നമ്മൾ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഏതാണ്, നല്ല കാര്യം അതാണ്. അവരെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. ആ ഒരു ഇപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഒരാളിൽ തുടങ്ങി 2 പേരിലെത്തി 5 പേരിലെത്തി, നമ്മൾ ഈ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് 10 പേരിലെത്തി, 10 പേര് 20 പേരെ ചേർക്കുന്നു. ഒരിക്കലും മറ്റേ മണി ചെയിനൊന്നും അല്ല. നമ്മുടെ വീട്ടിൽ തുടങ്ങുന്നു, നമ്മുടെ ചുറ്റുപാട് തുടങ്ങുന്നു, നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ഒരു സൊസൈറ്റിയിലേക്ക് മാറ്റുന്നു, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ അതായത് ആ ഒരു ഏരിയയിലേക്ക് മാറ്റുന്നു. ഇനീഷ്യേറ്റീവിന് ഒരു 3-4 പേരെ ഏർപ്പാടാക്കുന്നു. എപ്പോഴും എന്താ പറയണ്ടേ, ക്ലോസ്ലി വാച്ച് ചെയ്യുന്നു ആൾക്കാരെ. അതൊരിക്കലും മോശമല്ല. ഈ ഡ്രഗ്സ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഇന്ന് തൊട്ട് ഇനീഷ്യേറ്റീവ് എടുക്കണം. നാളത്തേക്ക് മാറ്റി വെച്ചാൽ എല്ലാം നാളെ നീളെയാവും. അതുകൊണ്ട് ഇന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇന്ന് അതിനെ പ്രൊമോട്ട് ചെയ്ത് ഇന്ന് നിങ്ങൾ ഇതിങ്ങനെ ചെയ്യും. എൻ്റെ വീട്ടിൽ ഇനി ഇതില്ല, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതില്ല, അവനെങ്ങനെ തിരുത്താം, അവനെങ്ങനെ മാറ്റിയെടുക്കാം, ഹെൽപ്പ് തേടാം. ഇപ്പോൾ എത്ര പേര് പറയുന്നുണ്ട് ഞാനിങ്ങനെ ഉപയോഗിച്ചിരുന്നു, പക്ഷെ എനിക്ക് തെറ്റ് മനസ്സിലായി, ഞാനത് ഒഴിവാക്കി, ഞാൻ ഇനി അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എത്ര പേര് മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ അതിലും ഒരു പ്രശ്നമുണ്ട്. എത്ര പേര് മടങ്ങി വന്നിട്ടുണ്ട് എന്ന് ചോദിക്കുന്നില്ല, അത് മടങ്ങി വരാനായിട്ട് പറ്റില്ല എന്നുള്ളത് വേറൊരു ഫാക്ടറാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ റിസർച്ച് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇത് നമ്മുടെ ബോഡിയുടെ നമ്മൾ ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ 8 hours വേണ്ട ഇത് നിൽക്കും. ഞാനിപ്പോ റിസർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞാണ്. അപ്പൊ 8 hours കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആകെ തളരാൻ തുടങ്ങും, നമ്മൾ ഡിപ്രസ്ഡ് ആവും, പിന്നെ ഇത് നമുക്ക് വേണം എന്നുള്ള ചിന്താഗതി വരും. അപ്പൊ നമ്മൾ ഇത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആരെങ്കിലും പിടിച്ച് നിർത്തിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പിന്നീട് തോട്ട്സ് വരും. ബുദ്ധിമുട്ടാണ്. ഈ ലാസ്റ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ഞാനതൊക്കെ സത്യം പറഞ്ഞ കണ്ടു, കാണാൻ പോണത്. ആ സിനിമയിൽ ഉണ്ട് ഒരു സീനുണ്ട്, ലൈക്ക് ഇതിനെ കൊണ്ടുള്ള ഇത് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഇവരെത്തുന്ന സമയത്ത് ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ലൈക്ക് ഭയങ്കര ഇതാണ്. ഡീറ്റോക്സ് എന്നല്ല അതിന് പറയാം. ശരിക്കും പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് ആ ഡീറ്റോക്സ് തന്നെ പറയാം. പുള്ളിനെ അത് ചെയ്യിപ്പിക്കുമ്പോൾ അവർ പോകുന്ന പെയിൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. പക്ഷെ അത് അനുഭവിച്ച് ആ ഒരു കുറച്ച് പെയിൻ അനുഭവിച്ച് കഴിഞ്ഞാൽ അവര് തിരിച്ചു വരുന്ന മനോഹരമായ, ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇതൊന്നും അല്ല ലോകം, ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിൽ. ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ലാതെ നമ്മുടെ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ വേൾഡിനെ തന്നെ നശിപ്പിക്കുന്ന ഈ ഒരു സാധനത്തിലേക്കല്ല നമ്മൾ. ഇതിന്റെ കാമ്പ് കണ്ടെത്തി അവിടെ നിന്ന് വെട്ടുക എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ചെയ്യുന്ന നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇനീഷ്യേറ്റീവ് ഇൻ ദ സെൻസ്. ഇപ്പം ഇന്നലെ എനിക്ക് പുള്ളിയുടെ പേരറിയില്ല, പുള്ളി പറയുന്നുണ്ടായിരുന്നു ടോപ്പ് ടു ബോട്ടം നമ്മൾ ഇനി ഇറങ്ങാൻ പോവാണ്. ഇതൊരു 2 വർഷം അതാണ്, ഇനി ഇറങ്ങിയിട്ടില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഇറങ്ങാൻ സമയമായി, ഇനിയും നമ്മൾ അതിന് വെയിറ്റ് ചെയ്യരുത്. ഇനിയും നമ്മൾ കാത്തു നിന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിന് കേരള പോലീസ് സത്യം പറഞ്ഞാൽ ഇപ്പം അതിഭീകരമായിട്ട് അവര് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ലേറ്റ് അല്ല, ലേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ല, അതിനൊരു തിരിച്ചറിവ് വരാൻ ആർക്കായാലും സമയം എടുത്തു. അതാണ് അതിന്റെ ഹൈലൈറ്റ്. പക്ഷെ അവര് ഭീകരമായിട്ട് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ആരെയും അല്ല, കുറ്റം പറയുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ഗവൺമെന്റ് ആവുന്ന സമയത്ത് നാളെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ഫോർകാസ്റ്റിംഗ് എന്തായാലും വേണം. ആ ഒരു പ്രശ്നം ഇല്ലാത്തതാണ് ഇന്ന് പല ഗവൺമെന്റും. ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോളും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോളും എല്ലാവർക്കും ശരിക്ക് അവരൊക്കെ ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ, DEO അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടല്ലോ സെൻട്രൽ. എനിക്കറിയില്ല, എനിക്ക് അതിന്റെ ആധികാരികമായിട്ട് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും സംയോജിച്ചിട്ട് ഇന്ത്യ, അതായത് ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്നുള്ളൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നാൽ പോസിബിൾ ആണ്. സിന്തറ്റിക്, അതായത് ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്നുള്ളൊരു ക്യാമ്പയിൻ സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുള്ളൊരു ടീമിനെ ഫോം ചെയ്യുന്നു. കാമ്പോടുകൂടി ഡ്രഗ്സിനെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഈ ഇന്ത്യനെ വെട്ടുന്നു. ഞാൻ മോർ ഓവർ കൺസേൺഡ് അബൌട്ട് ഇന്ത്യ ശരിക്കും പറഞ്ഞ. അപ്പൊ ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ എന്താ പറയണ്ടേ, ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിനെ പോലത്തെ ആൾക്കാരെ ക്യാമ്പയിൻ തുടങ്ങിയാൽ തന്നെ സംഭവം വേറെ ലെവലിലോട്ട് വേൾഡിലേക്ക് എത്തും. കാരണം നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പുള്ളി ആയിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും അത് വേറെ ലെവലിലേക്ക് അല്ല, അത് പുള്ളിക്ക് എടുത്ത വേറൊരു പിന്നെ തീർച്ചയായിട്ടും അല്ല, നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. നമ്മുടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അത്രയും ടാലന്റഡ്, ഇപ്പം പറയാലോ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇന്ത്യക്കാരനുണ്ടെന്ന് പറയും, ഒരു മലയാളി ഉണ്ട്, ഒരു ഇന്ത്യക്കാരനുണ്ടെന്ന് പറയും. പക്ഷെ അതിന്റെയൊക്കെ എണ്ണം കുറഞ്ഞു വരും കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം
മനുഷ്യന്മാര് വേണ്ട. ഡ്രഗ് ഉപയോഗിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരില്ലല്ലോ. ചെറിയ ഏജിൽ തന്നെ കൊല്ലുക. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാല് നീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നീ മരിക്കുന്നില്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉപദ്രവം കൂടി ഉണ്ടാക്കുകയാണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പണ്ട് 60, 70, 80 ആണെങ്കിൽ ഇന്നത്തെ 45, 40 ആയിട്ട് ചുരുങ്ങും. 40 ഇല്ല, 30 ആയിട്ട് ചുരുങ്ങും. അതിൻ്റെ ഒരു തിരിച്ചറിവ് എടുത്തിട്ട് എല്ലാം സംയോജിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പയിൻസ് ഉണ്ട്. നമ്മൾ എന്താ പറയണ്ടേ, പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ പറഞ്ഞു, ഡ്രഗ്സിന്റെ ഇഷ്യൂസ് പറഞ്ഞു. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇതിനിടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ആരാളിട്ടെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മളെ വീടുകളിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ റെഗുലർലി എടുത്തു വെക്കുക എന്നുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അത് നല്ലതാണ്. ലൈക്ക് ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ എന്റെ കുട്ടികളെ പറ്റിയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വേണ്ട. അപ്പൊ അവര് തന്നെ നമ്മള് ഇപ്പൊ അതിനകത്ത് പറയാം, നീയും ചെയ്യില്ല നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, ഞാനും ചെയ്യില്ല നീയും ചെയ്യില്ല നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സംഭവം കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കുറച്ചെങ്കിലും നമുക്കൊരു സ്റ്റെപ്പ് എടുത്ത് ഒരു ചെറിയൊരു സ്റ്റെപ്പ്, ഒരു ചെറിയൊരു അനക്കം എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം, അല്ലെ നമ്മുടെ വിശ്വാസം. നമുക്കത് പറ്റും, ക്ലിയർ ആയിട്ട് പറ്റും. കാരണം നമ്മള് എന്താ പറയണ്ടേ, ബുദ്ധിയില്ലാത്ത ജനങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പലതും പറ്റും. ലിറ്ററസി സർ, ലിറ്ററസി ആണ് ഇവിടെ, അതൊക്കെ തന്നെയാണ് മെയിൻ. പക്ഷെ എന്താ പറയണ്ടേ, ലിറ്ററസി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വണ്ടികള് അല്ല, ശരിക്കും നമ്മുടെ ലിറ്ററസി നമ്മളെ എത്രയോ മുന്നില്ല. പക്ഷെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പുറകോട്ട് ഇങ്ങനെ വലിക്കുക എന്നുള്ള ചരടാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ കേരളം കുതിക്കുകയാണെന്ന് പറയുമ്പോഴും കേരളം കുതിക്കാൻ വേണ്ട മാൻ പവർ കേരളത്തിന് വേണമെന്നുണ്ടെങ്കിൽ കേരളം ഈ ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കാറില്ല, എൻ്റെ വീട്ടിലാരും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് ചുറ്റുമുള്ള ഫ്രണ്ട്സിനെ ഞാൻ ഉപയോഗിക്കാൻ വിടാറുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്യാറുണ്ട് ഒരു പരിധി വരെ. പിന്നെ ബാക്കിയുള്ളത് എന്താ പറയണ്ടേ, അതൊക്കെ ഇപ്പം പുറത്തുള്ള ആൾക്കാരൊക്കെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമ്മളതൊന്നും അല്ല. പക്ഷെ നമ്മൾ അവരെ സമ്മതിക്കാൻ പാടില്ല. അല്ല, നമ്മൾ പറയാം, നമുക്ക് പറഞ്ഞാൽ കേൾക്കാവുന്ന ആൾക്കാരുണ്ട്, കൊടുത്താൽ കേൾക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ വേണ്ട എന്നുള്ളത് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ പറഞ്ഞ് തിരുത്താൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എഫേർട്ടാണ് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത്. എല്ലാവരും ഒരു പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമന്റെ തോട്ട് ഞാൻ പറഞ്ഞല്ലോ, ടു മേക്ക് എർത്ത് എ ബെറ്റർ പ്ലേസ് ടു ലിവ് എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ. അതാണ് സീരിയസ്. അല്ലെങ്കിൽ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള ഒരു ഇടമായിട്ട് ഇത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ റോമോഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ, ഇത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യായിരിക്കും. പക്ഷെ ഇതൊന്നും അല്ല, നമ്മളുടെ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് എന്നുള്ള ഈ ഒരു സൊസൈറ്റിനെ വാർത്തെടുക്കുക എന്നുള്ളത്. നാളെ നമ്മൾ ജീവിച്ചിട്ട് ഇവിടുന്ന് പോകും. നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കരുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്നാണ് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ നമ്മൾ എന്താ പറയണ്ടേ, ഒരു സൊസൈറ്റീനെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നാളെ ഏതൊക്കെ ശക്തികൾ പുറത്തുനിന്ന് എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യും. ഇല്ല, ഇവിടെ ഇത് നടക്കത്തില്ല, ഇത് കേരളമാണ്, അല്ലെങ്കിൽ ഇത് ഇന്ത്യയാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ പോകും, ഇത് ഇങ്ങനെയാണ്, ഇത് ഇന്ത്യക്ക് ഇങ്ങനെയാണെന്ന് പറയുന്നതുണ്ട്. അത് മറ്റേ ജനഗണമന പറയുന്നുണ്ട്, സാർ ഇത് ഇങ്ങനെയാണ് സാർ. പക്ഷെ അത് നമുക്ക് ഇങ്ങനെയും പറയാം, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇതൊന്നും സമ്മതിക്കില്ല എന്നും നമുക്ക് പറയാം. നമുക്ക് ഏത് ടോണിൽ വേണം, ടോണിൽ പറയുന്നതല്ല, അത് എത്രത്തോളം നമ്മൾ ലൈവിൽ നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരും, എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും, നമുക്കൊരു മോഡലാവും. അതാണ് ടു ദ വേൾഡ്. സോ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ടു ദ വേൾഡ് നമുക്കൊരു മോഡലാവാം. അവര് ഇൻസ്പയർ ചെയ്ത് നമ്മൾ ചെയ്യട്ടെ. അതായത് ടു ദ വേൾഡ് നമ്മൾ പറയില്ലേ, ലോക ജനതയ്ക്ക് മുന്നിൽ സീരിയസ് ആയിട്ട് പറയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഒരുപാട് മൈലേജ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന പോലെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ നമ്മൾ വെപ്പൺസ് പോലും നമ്മൾ ഉണ്ടാക്കി തുടങ്ങി, നമ്മൾ പുറത്ത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ വെപ്പൺസ്. സോ മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ഒരു ഡ്രഗ് അല്ലെ ഡ്രഗ്സ് ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ തുടച്ചു നീക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ അധികാരികളിൽ നിന്ന്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഗവൺമെന്റ് ഒഫീഷ്യൽ XY, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ XY,
ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ ഇനീഷ്യേറ്റീവ് എടുത്ത് അത് ലൈവിൽ കൊണ്ടുവന്നാൽ അതെങ്ങനെ അത് ആക്കാം, അതായത് എങ്ങനെ അത് സൊസൈറ്റിയിൽ ചെയ്യിപ്പിക്കാം എന്നുള്ള പ്ലാനും ക്രിയേറ്റ് ചെയ്താൽ സീരിയസ്ലി ഞാൻ പറയാം, നമ്മൾ പറയില്ലേ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാവുകയും ചെയ്യും. ഇന്ത്യ വേൾഡിൽ തന്നെ ഒരു വലിയൊരു എക്സാമ്പിൾ ആവുകയും ചെയ്യും. അതായത് നോക്കൂ, ഇന്ത്യയെ കണ്ട് പഠിക്കാം, അല്ലെ നോക്കൂ കേരളത്തിനെ കണ്ട് പഠിക്കാം. ഇന്നത്തെ ആൾക്കാർ വികസനം മാത്രമല്ല ഇതാണ്, ഇതും ഒരു വികസനത്തിന്റെ ഭാഗമാണ് എന്ന് അല്ല, ശരിക്കുള്ള വികസനം ഇതാണ്. അതായത് നമ്മുടെ സൊസൈറ്റിനെ ഡ്രഗ് ഫ്രീ ആക്കി, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ്. പിന്നെ അവിടെ നിന്ന് തുടങ്ങണം. സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നൊക്കെ പറയില്ല നമ്മള്, വലിയ വലിയ ബിൽഡിങ്ങുകൾ, അത് ഇത് മറ്റേത് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വേണം. ഇത് ഉണ്ടെങ്കിലേ അതുള്ളൂ. അത് ചെയ്യേണ്ടത് ഇന്നത്തെ തലമുറ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യന്മാരുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒഴിവായേ പറ്റൂ. അല്ലെങ്കിൽ നാളെ നമ്മളില്ല, ഉപയോഗിക്കുന്ന ആൾക്കാരില്ല എന്നല്ല, ഉപയോഗിച്ചിട്ട് എന്താ പറയണ്ടേ, കൊല്ലാം, എന്ത് വേണേ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലേക്ക് പോവാതിരിക്കുക. സോ അതാണ് നമുക്ക് രണ്ടുപേർക്കും ഇന്നത്തെ ഈ ഒരു നമ്മുടെ എന്താ പറയണ്ടേ ഫസ്റ്റ് എപ്പിസോഡ് ബിക്കോസ് നമ്മൾ പറയാൻ ഉദ്ദേശമൊന്നും അല്ല ഇത്. ഇങ്ങനത്തെ സിനാരിയോസ് കാണുമ്പോൾ വി ഹാവ് ടു അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും പറയണം. നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ല, പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ തിരുത്ത്, ഒരാൾ മാറിയാൽ മതി. നമ്മൾക്ക് ഒരു സൊസൈറ്റിനെ ഒന്നും മാറ്റാൻ പറ്റുമൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അത് നമ്മൾ പറയുന്നത് ഭയങ്കര ബുൾഷിറ്റ് എന്നൊക്കെ പറയേണ്ടി വരും. അല്ല, പറ്റുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പറ്റായികയില്ല. എന്നാൽ പോലും നമ്മളിൽ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളുടെ ഇതേപോലുള്ള തോട്ട്സിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബെറ്റർ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ us and let's do something. അതാണ് മെയിൻ. അതായത് നമ്മൾ പുതുതായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. സോ ബി വിത്ത് us, നമ്മുടെ പാർട്ട് ആവുക. ലെറ്റ്സ് ബിൽഡ് എ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി. സോ that's all about ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മള് രാവിലെ ഇങ്ങനെ വന്നിട്ട് ശരിക്കും നമുക്ക് ഒരുപാട് സമയമുണ്ട് രാവിലെ. നമ്മളിത് അല്ലെങ്കിൽ ഇത് 9 മണി, നമ്മള് സാധാരണ സൺഡേ ഒക്കെ ആകുന്ന സമയത്ത് എഴുന്നേക്കുന്ന സമയമാവുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞു, ഇനി വീട്ടിൽ പോവാ, നമുക്ക് ഒരുപാട് സമയം കിട്ടി. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാം, പുറത്ത് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോവാ. ഭയങ്കര ഒരു എന്താ പറയണ്ട, ഭയങ്കര പ്ലസന്റ് ആണ് രാവിലെ എണീക്കാന്ന്. സോ ശരിക്കും ഇതൊക്കെയാണ് യഥാർത്ഥ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. എത്രയാണ് ചിന്തിക്കുക, അതില് നമ്മള് പകുതിയും സമയവും ഒരായുസിന്റെ പകുതിയും നമ്മൾ ഉറങ്ങി തീർക്കുകയാണ്. മാക്സിമം ഉറങ്ങണ്ടെന്നല്ല, അല്ല ഉറങ്ങണം. ഒരു ശരീരത്തിന് ആവശ്യത്തിന് ഉറങ്ങുക, റെസ്റ്റ് ഇറങ്ങുക എന്ന് വെച്ചിട്ട് എപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിൽ പോരുത്. പ്ലസന്റ് ആവുക, പോസിറ്റീവ് ആവുക. സമയം നമ്മൾ കണ്ടെത്തുന്നത് ഈ പറഞ്ഞ മൊബൈല് കാര്യങ്ങളൊക്കെയാണ്. സോ പ്ലസന്റ് ആവുക, പിന്നെന്താ പറയാ, പോസിറ്റീവ് ആവുക. എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളൊന്ന് പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, എന്താ പറയാ, ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുക. സോ നമുക്ക് മേലെ ഇന്നത്തെ ഈ ഒരു പ്രൊമോഷൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഇൻട്രോഡക്ടറി എപ്പിസോഡിലേക്ക് എന്താ പറയാ, അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരുന്ന ഇത്രയും സമയം നമ്മളെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് ഇതിന്റെ പാർട്ട് ആവാനായിട്ട് ഒന്നും വേണ്ട, നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ലിങ്ക് വെക്കും. ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ജസ്റ്റ് ജോയിൻ ചെയ്യാം, എന്നിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.